ഇപ്പോൾ PSC റീസെൻ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സയൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സബ് ടോപ്പിക്കാണ് അക്വാറീജിയ. ഈ വീഡിയോയിൽ അക്വാറീജിയയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് കിടക്കാം. അക്വാറീജിയ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു. അക്വാറീജിയ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു. സ്വർണം ലയിക്കുന്ന ലായനി. സ്വർണം ലയിക്കുന്ന ലായനി HCl HNO3. അതായത് HCl എന്ന് പറഞ്ഞാൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ HNO3 ഗാഢ നൈട്രിക് ആസിഡ്. HNO3 ഗാഢ നൈട്രിക് ആസിഡ്. അത് 3:1 എന്ന അനുപാതത്തിലാണ് ഉണ്ടാക്കുന്നത്. 3:1 എന്ന അനുപാതത്തിൽ. അക്വാറീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബ്ന് ഹയാൻ. അക്വാറീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബ്ന് ഹയാൻ. അക്വാറീജിയെ നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും വിളിക്കുന്നു. അക്വാറീജിയെ നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും വിളിക്കുന്നു. അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, അതായത് തിളനില 108 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളനില 108 ഡിഗ്രി സെൽഷ്യസ്. അക്വാറീജിയയുടെ മെൽറ്റിംഗ് പോയിൻ്റ്, അതായത് ദ്രവണാങ്കം. മെൽറ്റിംഗ് പോയിൻ്റ് അതായത് ദ്രവണാങ്കം -42 ഡിഗ്രി സെൽഷ്യസ്. അക്വാറീജിയെ ഓറഞ്ച് യെല്ലോ ഫ്യൂമിംഗ് ലിക്വിഡ് എന്നറിയപ്പെടുന്നു. ഓറഞ്ച് യെല്ലോ ഫ്യൂമിംഗ് ലിക്വിഡ് എന്നറിയപ്പെടുന്നു. അക്വാറീജിയെ റോയൽ വാട്ടർ, അതായത് കിങ് വാട്ടർ എന്നും അറിയപ്പെടുന്നു. റോയൽ വാട്ടർ അല്ലെങ്കിൽ കിങ് വാട്ടർ എന്നും അറിയപ്പെടുന്നു.